നമസ്കാരം, ഞാൻ ഡോക്ടർ നിസ, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്, അഹല്യ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലോക്കോമ എന്ന അസുഖത്തിന്റെ ചികിത്സാ വശങ്ങളെ പറ്റിയാണ്. ഇതിനായി ഡോക്ടർ ആദ്യം നിങ്ങൾക്ക് ഏത് തരം ഗ്ലോക്കോമയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഗോണിയോസ്കോപ്പി എന്നൊരു ടെസ്റ്റിന് വിധേയമാക്കും. ഗോണിയോസ്കോപ്പി ടെസ്റ്റ് വഴി നിങ്ങളെ എഫക്ട് ചെയ്യുന്ന ഏത് തരം ഗ്ലോക്കോമയാണ്, ഓപ്പൺ ആംഗിൾ ആണോ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയാണോ എന്നുള്ളത് നിർണ്ണയിക്കപ്പെടും. രണ്ടാമതായി ചെയ്യുന്ന കാര്യം എന്തെന്നാൽ ഗ്ലോക്കോമയുടെ സിവിയറിറ്റിയെ പറ്റി അറിയുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് രണ്ട് തരം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഒന്ന്, ഗ്ലോക്കോമ കാരണം എത്രത്തോളം നിങ്ങളുടെ കണ്ണിൽ സ്ട്രക്ചറൽ ഡാമേജ്, അതായത് അനാറ്റമിക്കൽ ഡാമേജ് എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് അറിയാൻ വേണ്ടി OCT എന്നൊരു ടെസ്റ്റ് ആദ്യം ചെയ്യും. രണ്ടാമത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്ലോക്കോമയ്ക്ക് സംഭവിക്കുന്നത് നമ്മുടെ കാഴ്ചയുടെ ചുറ്റളവിന്റെ നഷ്ടമാണ്. അപ്പൊ അത് എത്രത്തോളം പോയി എന്നുള്ളത് അറിയാൻ വേണ്ടി പെരിമെട്രി അഥവാ വിഷ്വൽ ഫീൽഡ് എന്നുള്ള ടെസ്റ്റും ഡോക്ടർ ചെയ്യും. ഇത് രണ്ട് വഴി ഗ്ലോക്കോമ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയാണ് നിങ്ങളുടെ ഡയഗ്നോസിസ് എങ്കിൽ ഡോക്ടർ നിങ്ങളുടെ കണ്ണിൽ ഒരു ലേസർ ആണ് ചെയ്യുന്നത്. ലേസർ പെരിഫറൽ ഐറിഡോട്ടമി എന്നുള്ള ടെസ്റ്റാണ് ചെയ്യുക. രണ്ടാമത്, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആദ്യം തന്നെ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കാനായിരിക്കും അഡ്വൈസ് ചെയ്യുക. ഈ തുള്ളിമരുന്ന് ഒഴിക്കുക വഴി ലൈഫ് ലോങ് നമ്മൾ ആ ഡ്രോപ്സ് ഒഴിക്കണം. എന്തുപോലെ നമ്മൾ ഷുഗർ, പ്രഷർ എന്നുള്ള അസുഖങ്ങൾക്ക് മരുന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെയാണ് നമുക്ക് ഗ്ലോക്കോമയ്ക്ക് മരുന്ന് തുടങ്ങിയാൽ നമ്മൾ ഡോക്ടറിന്റെ അഡ്വൈസ് അനുസരിച്ച് ലൈഫ് ലോങ് മരുന്നുമായിട്ട് കോംപ്ലൈന്റ് ആയിരിക്കണം. ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അൺലെസ് ഡോക്ടർ അഡ്വൈസ് ചെയ്താൽ അല്ലാതെ ഒരിക്കലും നമുക്ക് മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പീരിയോഡിക് ഫോളോ അപ്പ് വേണ്ടി വരും. പീരിയോഡിക് ഫോളോ അപ്പിൽ നിങ്ങളുടെ വിഷ്വൽ ഫീൽഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പിന്റെ OCT സ്കാനിലോ മറ്റു വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗ്ലോക്കോമയ്ക്ക് ഡ്രോപ്സിൽ തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ പ്രോഗ്രസീവായിട്ട് ഡാമേജുകൾ ഉണ്ടെങ്കിലോ അഥവാ പ്രഷർ മരുന്നിൽ കൺട്രോൾഡ് ആവുന്നില്ല എങ്കിൽ മാത്രം ഗ്ലോക്കോമയ്ക്ക് സർജറി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്ലോക്കോമയിൽ സർജറി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണല്ലോ, അതായത് പുറത്തേക്ക് ഡ്രെയിൻ ചെയ്യാതെ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണല്ലോ ഗ്ലോക്കോമ ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്ലൂയിഡിന് പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് പോകാനൊരു ബൈപ്പാസ് പാത്വേ ഉണ്ടാക്കി കൊടുക്കുകയാണ് സർജറി വഴി ചെയ്യുന്നത്. അപ്പോൾ അതുവഴി പ്രഷർ ഒന്നെങ്കിൽ ഡ്രോപ്സ് ഫ്രീ ആവുകയോ അല്ലെങ്കിൽ കണ്ണിൽ തുള്ളിമരുന്നിന്റെ സഹായത്തോടെയെങ്കിലും പ്രഷർ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.